എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണുന്നേ രേവതിയുടെ ഫോണിലേക്ക് ലക്ഷ്മിയമ്മ വിളിക്കുകയാണ്. ലക്ഷ്മിയമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരക്കിലാണോ മോളെന്ന് ചോദിക്കാം. ഇല്ലമ്മേ, കാര്യം എന്താ പറഞ്ഞു, ഞാൻ പൂക്കടയിലാന്ന് പറയണ. അതെ, നിനക്ക് വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. എന്താമ്മേ കാര്യം എന്താ? ആവകപ്പാടെ രേവതിക്ക് ടെൻഷൻ. ഇനി എന്തേലും പ്രശ്നമായോ? ഇത് കേട്ടാ ലക്ഷ്മി പറഞ്ഞു, അതല്ല മോളെ, ആന്റിയുടെ കൂടെ വീണ്ടും ജോലി ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കര ബഹള. നീ വന്ന് അവനോടൊന്ന് സംസാരിക്കുവാണെങ്കിൽ. ഇത് കേട്ടതും രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മ അവന്റെ ഫോൺ കൊടുക്കാൻ പറയണം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, ഞാൻ പൂക്കടയിലെ മോളെ എന്ന് പറയണം. ആണോ, അന്നൊരു കാര്യം ചെയ്യാം, അമ്മ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ആകെപ്പാ ടെൻഷൻ അടിച്ച് ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുകിനെ പോലെ നടക്കുവാണ്. അപ്പോഴേക്കാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രേ, നീ ഇങ്ങനെ മൂടിന് തീ പിടിച്ച അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണേ, എന്താന്ന് ചോദിക്കണം. രവിയേട്ടന് വല്ലതും അറിയണോ ഈ കുടുംബത്തിൽ എന്തൊക്കെയാ നടക്കണേന്ന്? ആകെപ്പാടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് പറയാം. എന്ത് ചീഞ്ഞാറാൻ, ഞാനൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയാം. അതെ, രവിയേട്ടൻ ആരുടെ കാര്യത്തിൽ ഒരു ഇതൊന്നും ഇല്ലല്ലോ. അല്ല, മക്കളുടെ കാര്യത്തിൽ എന്തേലും ചൂടുണ്ടോന്ന് ചോദിക്കും. മക്കളുടെ കാര്യത്തിൽ എന്താ ഞാനിപ്പം ചൂട്, എനിക്ക് എന്താ ചൂടില്ലാത്തെന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ രാവിലെ തന്നെ രവിയേട്ടൻ കണ്ടില്ലേ, ശ്രീകാന്ത് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ, സുധീർ ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ, അതൊന്നും കണ്ടിട്ട് രവിയേട്ടനൊന്നും തോന്നില്ലെന്ന് ചോദിക്കാം. അവര് ടെറസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് എന്ത് തോന്നാനാ, നീ അവരെ മാത്രം കണ്ടല്ലോ, സച്ചിനെ കണ്ടില്ലെന്ന് ചോദിക്കും. അത് പിന്നെ സച്ചി എപ്പോഴും അങ്ങനെയാണല്ലോ. അതെ, ശ്രീകാന്തും പക്ഷെ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രുതിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അത് കൊള്ളാലോ. അല്ല, നീ അവരുടെ പ്രശ്നം മാത്രമേ കണ്ടല്ലോ, പിന്നെ അല്ല രേവതിയുടെ സച്ചിനെ പ്രശ്നമൊന്നും കണ്ടില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ പണ്ടേ അവരങ്ങനെയാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ആദ്യം അവരുടെ പ്രശ്നമല്ലേ പരിഹരിക്കണ്ടേ, ഇപ്പോഴത്തെ പ്രശ്നമാണോ നീ പരിഹരിക്കണ്ടേ? നീ ശ്രീകാന്തിന്റെ സുധീരൻ പ്രശ്നം മാത്രം കണ്ട അത് മാത്രം പരിഹരിക്കാൻ നടക്കുവാണെന്ന് ചോദിക്കും. അല്ല, അത് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയണ്ട, തൽക്കാലത്തേക്ക് അവരുടെ പ്രശ്നം അവര് പരിഹരിച്ചോളും, നീ എന്റെ അടുത്തേക്ക് തലയിടാൻ പോണ്ട. ഭാര്യയും ഭർത്താവും തമ്മില് മുറിക്കാത്ത പല പ്രശ്നങ്ങളും കാണും, അത് അവരായിട്ട് തന്നെ തീർക്കണം, നമ്മൾ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വന്നിട്ട് രേവതിയോട് പറഞ്ഞു, എടുത്തി എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്ന് പറയണ. അതിനെന്താ ഇപ്പൊ തന്നെ ചായ എടുക്കാലെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിയുമ്പോഴത്തേനും ശ്രീകാന്തിനോട് ചോദിച്ചു, അല്ലടാ എന്താ ഇവിടെ പ്രശ്നം, നീയും വർഷം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. ഇത് കേട്ടത് ശ്രീകാന്ത് പറഞ്ഞു, എന്ത് പ്രശ്നം, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അമ്മയെന്ന് പറയാണ്. അല്ല, നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ എന്തൊക്കെയോ സംസാരം ഉണ്ടാവുന്ന കേട്ടല്ലോ, അങ്ങനെ മിണ്ടാട്ടമൊന്നും ഇല്ലെന്ന് ചോദിക്കാണ്. നീ എന്തിനാ ടെറസിൽ പോയി കടന്നേന്നൊക്കെ ചോദിക്കോ. ഓ അതോ, അതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോവാ. അല്ല, അവിടെ നിന്നേ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണെന്ന് പറയണേ. എന്താമേ, നീ എന്താ രേവതിയോട് പോയി ചായ എടുത്തോട് തരാൻ പറയണേ? പിന്നല്ലാതെ ഞാൻ ആരുടെ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാ ശ്രീകാന്ത് അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതിക്ക്, ആകെപ്പാടെ കട്ടക്കലിപ്പായി പോയി. അപ്പോഴേക്കും വർഷം മുറിയുന്ന അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു, അതെ അമ്മേ, ശ്രീകാന്തിനോട് കുളിക്കുന്നുണ്ടോ കുളിക്കാൻ പറ, അല്ലെ എനിക്ക് കുളിക്കാൻ കാരണം, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായെന്ന് പറയണം. ഇത് കേട്ടതും ശ്രീകാന്തി ചന്ദ്രമതിയോട് പറഞ്ഞു, എനിക്ക് നേരത്തെ പോകാനുള്ള, ഞാൻ ആദ്യം കയറി കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കയറി പോവാണ്. ആ സമയം വർഷം ഇങ്ങനെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതി നേരെ വർഷയുടെ അടുത്തേക്ക് നിന്നു. വർഷയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല മോളെ എന്തു പറ്റി, നിങ്ങൾ തമ്മിൽ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ എന്തെല്ലാം ഉണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറയാൻ പറയാണ്. ഇത് കേട്ടതും വർഷ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയണം. അല്ല, അവൻ ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ, അതോ ടെറസിലേക്ക് കയറിപ്പോയ പിന്നെ ഇറങ്ങി വരണ്ടാമേ, അതുകൊണ്ട് വന്നാന്ന് പറയണേ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ ചിരിക്കുവാണ്. ഈ സമയം ചന്ദ്ര ചോദിച്ചു, അതല്ല മോളെ, എന്തെങ്കിലും സൗന്ദര്യപ്പണ കൊണ്ട് അമ്മയോട് പറ, അമ്മ പരിഹരിക്കാന്ന് പറയാം, തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് വർഷയും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ചന്ദ്രമതിക്ക് ആ പടെ ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, വെറുതെ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക് എന്നൊക്കെ പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ ആകെപ്പാടെ വെപ്രാളത്തോടുകൂടി വീട്ടിലേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് ആന്റണിയുടെ കൂടെ ജോലിക്ക് പോയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ശരത്ത്. വന്നിട്ട് ചോദിച്ചു, എടാ നീ എന്ത് പരിപാടിയാ കാണിക്കുന്നേ, ഇതേ നിന്റെ കൈ പോലും ഭേദമായിട്ടില്ല, മര്യാദയ്ക്ക് വീട്ടിൽ കയറി ഇരിക്കാൻ നോക്ക് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു, അതെ എനിക്കിപ്പോ കൈക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം, പറയുന്നങ്ങൾ അനുസരിച്ചാൽ മതി, അയാളുടെ കൂടെ ഇവിടെ ഒരു ജോലിയും വേണ്ടെന്ന് പറയണം. അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നിട്ട് ചോദിച്ചു, എന്താ ശരത്തെ എന്താ ഈ കിളക്കണെന്നൊക്കെ ചോദിക്കുവാണ്. അത് പിന്നെ അതെ ചേച്ചി എന്റെ കാര്യത്തിൽ ഇറങ്ങണ്ട, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വലിയ സങ്കടമായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. ലക്ഷ്മിയമ്മ പറഞ്ഞു, എടാ
നിന്റെ ചേച്ചിയാ അവള് പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. പിന്നെ ചേച്ചിയാണ് പോലും. ചേച്ചിയുടെ വീട്ടിലത്തെ കാര്യം നോക്കിയാൽ മതി. അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊന്നും ആരും നോക്കണ്ടെന്ന് പറയാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാന്ന് പറയണേ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, നിന്റെ കൈ പോലും ഭേദമായിട്ടില്ല. നീ ആന്റണിയുടെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ആന്റണിയുടെ ജോലിക്ക് പോകുന്നതിന്റെ കാര്യത്തിലാ ഇപ്പൊ എന്റെ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുന്നത്. ഞാനും സച്ചേട്ടനും തമ്മിലൊരു സംസാരം പോലും ഇല്ലെന്ന് പറയണേ. ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു, എന്താ മോളെ നീ പറഞ്ഞേ? അല്ല അത് പിന്നെ എനിക്കറിയാം മോളെ, നിന്റെ വിഷമം എന്താന്ന് എനിക്കറിയാന്ന് പറയണം. പിന്നീട് ശരത്തിനോട് കേട്ടില്ലേ, നീ കാരണമാണെങ്കിൽ ഇവളുടെ ജീവിതം കൂടെ തകർന്നു പോയിരിക്കുന്നേ. ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനൊരു തെറ്റും ചേട്ടൊന്നുമില്ല. ഞാൻ ആന്റണി ചേട്ടൻ്റെ കൂടെ ജോലിക്ക് പോയതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കണേ? ആന്റണി ചേട്ടൻ കുറെ ആൾക്കാർക്ക് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന സച്ചേട്ടന്റെ കൂട്ടുകാരൻ മഹേഷ് പൈസ കൊടുത്തില്ല. അതിന്റെ പേരിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്റെ കൈ ആ സച്ചേട്ടൻ തല്ലി ഓടിച്ചെന്ന് പറയാം. എന്നിട്ട് വീണ്ടും കുറ്റം എനിക്കോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രേവതി നിന്നോട് അയാളുടെ കൂടെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ? സച്ചേട്ടന് ഇഷ്ടമില്ല. സച്ചേട്ടന് മാത്രമല്ല എനിക്കും ഇഷ്ടമില്ല എന്ന് പറയാം. അതെ, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ജോലിക്ക് പോയാൽ മതിയാളും. അല്ലെങ്കിൽ എന്നും കൊന്നും ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അല്ല, ചേച്ചിയുടെ കാര്യം നിന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെ നല്ല പൈസയൊക്കെ കൊടുത്ത് ആ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ? ചേച്ചിയുടെ അമ്മായിമ്മ നല്ല പൊന്നു പോലെ നോക്കില്ലായിരുന്നോ? ബാക്കി രണ്ട് മരുമക്കൾക്കും അവിടെ നല്ല സുഖമുള്ളോ. പക്ഷെ ചേച്ചിയുടെ അവസ്ഥ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ ദേവുവിന്റെ കാര്യത്തില് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ദേവുവിന്റെ കല്യാണം വേണം. അത് ഇതുപോലെയൊന്നുമല്ല, നല്ല ആർഭാടമായിട്ട് നല്ല ഗംഭീരമായിട്ട് കൊടുക്കേണ്ട സ്വർണ്ണം എല്ലാം കൊടുത്തു വേണം കെട്ടിച്ചു വിടാനായിട്ട്. അല്ലെങ്കിൽ ചേച്ചിയുടെ അവസ്ഥയായിരിക്കും ദേവുവിനും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയണം. ഇത് കേട്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു, ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാലേ നീക്കും. പിന്നല്ലാതെ എന്നും കൊന്നു ഈ വാടക വീട്ടിൽ കിടക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമെന്നില്ല. സ്വന്തമായിട്ട് ഒരു വീട് വേണം. പൈസ ഉണ്ടെങ്കിലോ മനുഷ്യന് വില ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയൊന്നും ആവരുത് ശരത്തെ. നീ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ കൊള്ളരുതായ്മയാന്ന് പറയണ. അയാളുടെ കൂടെ ജോലിക്ക് പോകേണ്ട ഒരു കാര്യം നിനക്കില്ല. നീ പഠിച്ചൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്. അതാണ് ഇപ്പൊ നീ ചെയ്യണ്ടേ. നീ ഈ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പഠിത്തം ഉഴപ്പും. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ പറ്റാതെ പോകും. നിന്നെ ഒരു എഞ്ചിനീയർ ആയിട്ട് കാണാനായിട്ട് അച്ഛൻ ഒത്തിരി അധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ നീയായിട്ട് നിന്റെ കരിയർ നശിപ്പിക്കലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു, അതെ, ചേച്ചിയുടെ ഉപദേശം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. കൂടുതൽ ഉപദേശിക്കാൻ വരുമൊന്നും വേണ്ട. ചേച്ചി പോയി സച്ചേട്ടനെ ഉപദേശിച്ചാൽ മതി. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. അതിനുള്ള പ്രായപൂർത്തിയൊക്കെ എനിക്ക് ആയതാന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് അങ്ങോട്ട് ഇറങ്ങി പോവാ. രേവതിക്ക് ഭയങ്കര വിഷമായിപ്പോയി. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അവനെ അങ്ങനെ പെട്ടെന്നൊന്നും നേരെയാക്കാനും പറ്റില്ല. പിന്നീട് ആകപ്പാടെ വിഷമത്തോടു കൂടി ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മീര ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് മുഖം വിഷമിച്ചിരിക്കുന്നിടപ്പം മീര ശ്രുതിയോട് ചെന്തു പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയണം. ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കിയതും ശ്രുതി ജോലിക്ക് പോകാൻ തിരിച്ചു വന്ന് ഉള്ള ജോലിയും കൂടെ കളഞ്ഞിട്ട് വന്നതല്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ആഹാ, അപ്പം വേറ്റർ പണിക്കാ പോയിക്കൊണ്ടിരുന്ന, വെറുതെ അല്ല സാമ്പാറും മണം വന്നത്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം. എന്നിട്ടോ നിന്നെ പറ്റിച്ചിട്ട് അവൻ പറഞ്ഞെന്താ? സാമ്പാറിന്റെ സ്പ്രേ അടിച്ചേന്ന്, സാമ്പാറിന്റെ സ്മെല്ലുള്ള സ്പ്രേ അടിച്ചേന്ന്. കൊള്ളാന്ന് പറയണം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, അതൊന്നും അല്ല പ്രശ്നം. ഇപ്പോഴാണെങ്കിൽ അവന് ജോലിയും കൂലിയില്ല. ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ, ഇന്റർവ്യൂവിന് പോട്ടെ. നീ അധികം അവനെ നിർബന്ധിക്കാൻ പോകണ്ട. അറിയാലോ, നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്റെ കയ്യിൽ നിന്ന് അവൻ വഴുതിപ്പോ. പിന്നെ നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്നു പറയാണ്. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട, നിർബന്ധിക്കണ്ട. അവനെ എവിടെയും ഇന്റർവ്യൂവിന് പോട്ടെ, ഒരു നല്ല ജോലി കിട്ടട്ടെ. എപ്പോഴും നീ ജോലി എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇനി ബലം ഉണ്ടാകാൻ പോണേ എന്നൊക്കെ പറയണം. അതിനുശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും വീട് മാറി താമസിക്കാൻ നോക്ക്. അതാണ് പിന്നെ നിന്റെ കള്ളത്തരം ഒന്നും കണ്ടുപിടിക്കുമെന്നുള്ള പേടി നിനക്ക് വേണ്ടാന്ന് പറയണം. എന്നാലും മീരെ ഒരെന്നാലും ഇല്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിൽ നിന്ന് സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ, ചേച്ചിനെ അന്വേഷിച്ച ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയണം. ഓ, ചിലപ്പം എന്നെ കാണാനായിട്ട് ഒരു ക്ലയന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരായിരിക്കും എന്ന് പറയണം. ഇതൊരു ജെൻസാന്ന് പറയണേ. ജെൻസോ? ആരാന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന സമയത്ത് മീര പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ നവീനെയാണ് കാണുന്നത്. നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് കാണണ്ടവരെ കണ്ടല്ലേ മതിയാവുള്ളൂ പറയണം. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേന്ന് മീര ചോദിക്കുക. അതെ. പിന്നീട് മീര വന്നിട്ട് ശ്രുതിയോടെ നവീനാന്ന് പറയണം. ഇത് കേട്ടപ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രുതി ഓർത്തിനി പുറത്ത് കയറി സംസാരിച്ച് ആരെങ്കിലും കണ്ടാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവനോട് അകത്തേക്ക് കയറി ഞാൻ പറയണം. കാരണം പുറത്ത് റിസപ്ഷനിൽ ആ കുട്ടിയിരിപ്പുണ്ട്, അവള് കേൾക്കൂടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ നവീൻ അകത്തേക്ക് കയറി വന്നു. നവീൻ അകത്ത് കയറി വന്നിട്ട് ആ സമയം ശ്രുതി ചോദിച്ചു, അല്ല നീ എന്തിനാ വന്നേന്ന് ചോദിക്കുവാണ്. ഈ ചോദ്യം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എന്തിനാ വന്നേന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് പണം വേണം, 50,000 രൂപ വേണമെന്ന് പറയണം.
50,000 രൂപയോ? ഇതെന്താ ഞാൻ എന്താ പോലെ പണമരത്തേലും പിടിച്ചിട്ട് കുലുക്കുന്നുണ്ടോന്ന് ചോദിക്കാം. മീര പറഞ്ഞു 50 രൂപ തരാൻ പറയുന്ന പോലെ ആണല്ലോ 50,000 രൂപ. ഒരു 500 രൂപ പോലും എടുക്കാനില്ലാതിരിക്കുന്ന സമയത്താണ് അവന്റെ 50,000 എന്ന് മീര പറയണം. അതെ, നിന്നോട് ഞാൻ ചോദിച്ചില്ലോ, ഞാൻ ചോദിച്ച ശ്രുതിയോടാണ്. അവൾ എനിക്ക് തരുമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു എന്റെ പൈസ ഇല്ലാന്ന് പറയാം. നിന്റെ കയ്യിൽ പൈസ ഉണ്ട്, നീ തന്നേ മതിയാവുള്ളൂ എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ നവീനെ, എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞാ ഇല്ല. മീര വെച്ച് നിനക്ക് നാണമില്ലാടാ ഇങ്ങനെ എപ്പോഴും പൈസ വെച്ചോണ്ട് വരാനായിട്ട്. നീ ഏതാണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന പോലെയാണല്ലോ. വന്ന് പറയുമ്പോ അങ്ങോട്ട് പൈസ എടുത്തോണ്ട് പോകാനായിട്ട്. ഇത് കേട്ടാൻ പറഞ്ഞു അതെ, ഡെപ്പോസിറ്റ് തന്നെയാ, നീയൊക്കെ കാരണമാ എന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയല്ലേ നീ വന്ന് പൈസ മേടിച്ചോണ്ട് പോയത്, അതോ? അത് ശരി തന്നെയാ, അതങ്ങോട്ട് ദൂർത്തടിച്ചിട്ട് ചെലവാക്കി കളഞ്ഞെന്ന് പറയണം. ഞാനും ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് ഒന്ന് കമ്പനി കൂടി പുറത്തേക്കും ചുറ്റി അടിച്ചപ്പോ ആ പൈസ തീർന്നു. പിന്നെ വാടക കൊടുക്കണം, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടേ. നീ കാരണം എന്റെ ജീവിതം തറന്നു. എന്റെ ഭാര്യയും കുട്ടിയെല്ലാം എന്നിൽ നിന്ന് കൈവിട്ടു പോയി, എന്റെ ജോലി പോയി. അപ്പൊ നിനക്കിട്ട് ഇങ്ങനെ ഒരു പണി തരണ്ടേ? ഇത് കേട്ട മീര പറഞ്ഞു അപ്പൊ നിനക്ക് ജോലി ചെയ്ത് ജീവിക്കാണ്ട് തീരുമാനമല്ല അല്ലെന്ന് ചോദിക്കണം. അതെ, ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളുണ്ടല്ലോ, ഇവളുള്ളിടത്തോളം കാലം ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം. ഇവള് അവന്റെ വീട്ടിൽ, ആ സുധിയുടെ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം എനിക്കുള്ള പൈസ ഇവള് തന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഇവളുടെ ജീവിതം അവസാനിച്ചെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയണം. അത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. ആ സമയത്താണ് ബ്യൂട്ടി പാർലറിന്റെ ഓണർ മാഡം അങ്ങോട്ട് വരുന്നേ. മാഡം വന്നിട്ട് ഫ്രണ്ട് ഓഫീസ് വെച്ചു ശ്രുതി ഇല്ലേന്ന് ചോദിക്കണം. ഉണ്ട്, അകത്തുണ്ട് മാഡം എന്ന് പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേനും നവീൻ അതിനകത്ത് ഇരിക്കുന്ന കണ്ട് കസേല കയറി ഇരിക്കുക. കാരണം ബ്യൂട്ടി പാർലറാണ്. അകത്ത് സാധാരണ ബ്യൂട്ടീഷ്യൻ ചെയ്യാൻ വരുന്ന, അതായത് കസ്റ്റമേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അത് ലേഡീസിന്റെയും കൂടെ ആണല്ലോ. പെട്ടെന്ന് അവര് എന്നിട്ട് നിങ്ങൾ ആരാ, എന്താ നിങ്ങൾ ഇവിടെ കയറിയിരിക്കണം എന്നൊക്കെ ചോദിക്കണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല അത് മാഡം എന്നെ കാണാമെന്ന, നിന്നെ കാണാനായിട്ടോ? അതെ ശ്രുതി, ഇതറിയാലോ എന്താന്ന്, ലേഡീസ് ബ്യൂട്ടി പാർലറാണ്. ഇവിടെ ജെൻസ് വന്നിരിക്കാൻ പാടില്ല. അത് ഇതിനകത്ത് കയറിയിട്ട് വരുന്നവരെന്ത് വിചാരിക്കും? അതിനേക്കാൾ ഉപരി അവർക്കൊരു അൺകംഫർട്ട് ആയിരിക്കില്ലേ ഇങ്ങനെ ജെൻസ് വന്ന് അകത്ത് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ആ ക്ലയൻസ് ഒക്കെ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കണം. അല്ല അത് മാഡം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുവിടാം, പെട്ടെന്ന് പറഞ്ഞുവിടാൻ പറയണം. അതെ, ദൈവത്തെ ഓർത്തൊന്ന് പോ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെ റെഡിയാക്കി തരാന്ന് പറയണം. 2 ദിവസത്തിനുള്ളിൽ തരണം, അല്ലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നും പറഞ്ഞ് നവീനെ അങ്ങോട്ട് പോവാണ്. നവീൻ പോയതും ബ്യൂട്ടി പാർലറിന്റെ ഓണർമാടം അങ്ങ് തിരിഞ്ഞു ശ്രുതിക്ക് നേരെ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ, ഇത് നിന്റെ സ്വന്തം പാർലർ എന്നാണോ എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ മാഡം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഈ പ്രവർത്തികളൊന്നും ഇവിടെ നടക്കില്ല. ഒരുത്തനെ വിളിച്ച ഇതിനകത്ത് കയറ്റി വെച്ചോണ്ടാണോ? ഇങ്ങനെയാണെങ്കിൽ ഈ ബ്യൂട്ടി പാർലറിന്റെ പേരും പെരുമയെല്ലാം പോകത്തില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലോ നിനക്കിവിടെ ജോലിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, വീട്ടിൽ ഇരിക്കേണ്ടി വരും. നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം തന്നെന്നോർത്തോണ്ട് ഓണറമ്മ ചമയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. അല്ല അത് പിന്നെ മാഡം ഇത് വേണ്ട, കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. മേലാല് ഇനി ഇമാതിരി ആണുങ്ങളെ വിളിച്ച് അകത്തേറ്റ് വെച്ചോണ്ടിരുന്നാണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയുന്നീയ, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഇവിടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതെ മാഡം അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയണം. ഇനി എന്താണോ കിട്ടുന്നതെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.